എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 107ഉം 108ഉം ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 2 ശ്ലോകങ്ങളിൽ ആദ്യത്തേതിൽ ഉപജാതിവൃത്തവും രണ്ടാമത്തേതിൽ ഇന്ദ്രവജ്രവൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രീകൃഷ്ണനും ബലരാമനും അതോടൊപ്പം മഗധയിലെ സൈന്യങ്ങളും തമ്മിലുണ്ടായ യുദ്ധത്തിനെ പറ്റിയിട്ടുള്ള വർണ്ണന തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ശ്രീകൃഷ്ണൻ ഒരു മേഘത്തെ പോലെ വില്ലുകുലച്ച് യുദ്ധം ചെയ്തു, വാരിധാരകൾ പെയ്തു എന്നൊക്കെയാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ശ്ലോകത്തിലും ഭഗവാനെ ജനങ്ങൾ വന്ന് മൂടി, ശത്രുക്കൾ വന്ന് മൂടിയപ്പോൾ കാണാൻ പറ്റാതെ വന്നു, സ്ത്രീകൾ മുഴുവനും ദുഃഖം അനുഭവിച്ചു എന്നുള്ളതൊക്കെ വർണ്ണിച്ചു. ഇനി ഇവിടെ വേറൊരു ഉപമാലങ്കാരം കൊണ്ട്, ഉപമയും രൂപകമൊക്കെ ചേർത്തുകൊണ്ട് ഒരു സങ്കരാലങ്കാരം കൊണ്ടുള്ള യുദ്ധവർണ്ണന തന്നെയാണ്. നമുക്ക് ആദ്യം 107ാമത്തെ ശ്ലോകം ചൊല്ലാം. തസ്യ സ്ഫുരത്കാർമുഖമണ്ഡലസ്യ ശരത്വിഷശാർഗി സഹസ്രഭാനോ പ്രാരേഭിരേതാം പൃതനാഹിമാനീം പ്രാവൃണ്വതീം പ്രാപയിതും വിനാശം. ഈ ശ്ലോകത്തിൽ കാര്യമായിട്ട് പദച്ഛേദമൊന്നുമില്ല. സമസ്ത പദങ്ങളൊക്കെ ധാരാളമുണ്ട്, സമാസമൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് പദങ്ങളൊന്ന് പരിചയപ്പെടാം. തസ്യ സ്ഫുരത്കാർമുഖമണ്ഡലസ്യ ശരത്വിഷ ശാർഗി സഹസ്രഭാനോ പ്രാരേഭിരേ താം പൃതനാഹിമാനീം പ്രാവൃണ്വതീം പ്രാപയിതും വിനാശം. ഇവിടെ സമസ്ത പദങ്ങൾ മാത്രമേ ഉള്ളൂ, ഒക്കെ ഒറ്റ പദങ്ങളാണ്. സന്ധിയൊന്നും വേർതിരിച്ച് പറയാനില്ല. ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്: ഭഗവാൻ വില്ല് കുലച്ച് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ മറ്റൊരു തരത്തിലുള്ള വർണ്ണനയാണ് നടത്തുന്നത്. തസ്യ സ്ഫുരത്കാർമുഖമണ്ഡലസ്യ. സ്ഫുരത്കാർമുഖമണ്ഡലം, അതായത് സ്ഫുരത് എന്ന് പറഞ്ഞാൽ ഒളിമിന്നുന്നതായ, നല്ല തെളിച്ചമുള്ളതായ, കാർമുഖമണ്ഡലസ്യ, കാർമുഖം മണ്ഡലം ഇവ യസ്യ സ കാർമുഖമണ്ഡല. കൃഷ്ണനെ പറ്റി വർണ്ണിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ കയ്യിലുള്ളതായ വില്ല്, ആ വില്ല് മണ്ഡലം പോലെയാണ്, വൃത്താകൃതിയിലാണ് നിൽക്കുന്നത്. അത് അസ്ത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വലിച്ചു പിടിച്ച് നിൽക്കുമ്പോൾ അതിനൊരു വൃത്താകാരം വരും. അതുകൊണ്ടാണ് മണ്ഡലം എന്നൊക്കെ പറഞ്ഞത്. അതാണ് സ്ഫുരത് കാർമുഖമണ്ഡലസ്യ. കാർമുഖമണ്ഡലം തെളിഞ്ഞ് അല്ലെങ്കിൽ ശോഭിച്ചു നിൽക്കുന്നതായ, അങ്ങനെയുള്ള ഭഗവാൻ, ഈ വില്ല് പിടിച്ചുകൊണ്ട് ശോഭിച്ചു നിൽക്കുന്നവനായ അങ്ങനെയുള്ള ശാർഗി സഹസ്രഭാനോ, ശാർഗിയാകുന്ന സഹസ്രഭാനു. ശാർഗി ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണനാകുന്ന സഹസ്രഭാനു സൂര്യൻ എന്നർത്ഥം. കഴിഞ്ഞ ശ്ലോകത്തിൽ മേഘത്തിനോടാണ് ഉപമിച്ചതെങ്കിൽ ഈ ഒരു ശ്ലോകത്തിൽ സൂര്യനോടാണ് ശ്രീകൃഷ്ണനെ ഉപമിക്കുന്നത്. അപ്പോൾ കയ്യിലിങ്ങനെ വില്ല് പിടിച്ചിട്ട് അതിലിങ്ങനെ ഇടതടവില്ലാതെ അസ്ത്രം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണനെ കാണുമ്പോൾ ഈ നല്ല ശക്തിയുള്ള രശ്മികൾ, ഒളിമിന്നുന്ന രശ്മികളെ ഭൂമിയിലേക്ക് അയക്കുന്ന സൂര്യനെ പോലെയാണ് എന്നാണ് കവി വർണ്ണിക്കുന്നത്. അങ്ങനെ വില്ല് തയ്യാറാക്കി വെച്ച അസ്ത്രം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ശാർഗിയാകുന്ന സൂര്യൻ, സഹസ്രഭാനോഹോ ശരത്വിഷ, അങ്ങനെയുള്ള ഭഗവാന്റെ ശരത്വിട്ട് കൊണ്ട്, ശരങ്ങൾ അസ്ത്രങ്ങൾ, അസ്ത്രങ്ങളുടെ ത്വിട്ട് എന്ന് പറഞ്ഞാൽ കാന്തി, ശരത്വിഷ കാന്തി കൊണ്ട്, താം പ്രാവൃണ്വതീം പൃതനാഹിമാനീം നാശം പ്രാപയിതും പ്രാരേഭിരേ. സൈന്യത്തിനെ എന്തിനോടാണ് ഉപമിക്കുന്നത്? പൃതനാഹിമാനി. ഹിമാനി എന്ന് പറഞ്ഞാൽ വലിയൊരു ഐസിൻ്റെ കട്ട, തണുത്തുറഞ്ഞ ഐസ്. അതിങ്ങനെ ശക്തമായിട്ട് ഭൂമിയെ മുഴുവനും മൂടി നിൽക്കണ പോലെ ആയിരുന്നു ഈ വലിയ സൈന്യം, മഗധദേശത്തിൻ്റെ സൈന്യം. ആ ഹിമാനിയെ, ശേഖരത്തെ, ഐസിൻ്റെ വലിയൊരു മലയെ തന്നെ നശിപ്പിക്കുന്ന വിധത്തിലായിരുന്നു സൂര്യൻ്റെ രശ്മികൾ വന്നു വീണത്. ഭഗവാനാകുന്ന സൂര്യൻ്റെ കയ്യിലിരിക്കുന്നതായ വില്ലിൽ നിന്ന്, ശാർഗം എന്നു പേരുള്ള വില്ലിൽ നിന്ന് സൈന്യത്തിൻ്റെ നേർക്ക് പ്രവഹിച്ചതായ അസ്ത്രങ്ങൾ കണ്ടാൽ സൂര്യൻ്റെ രശ്മികൾ ഭൂമിയിലേക്ക് പതിച്ചിട്ട് ഭൂമി മുഴുവനും മൂടിക്കിടക്കുന്നതായ ഹിമാനിയെ, മഞ്ഞുമലകളെ ഉരുക്കുന്നത് പോലെ തോന്നി. അതാണ് പറയണത്. പൃതനാഹിമാനീം നാശം പ്രാപയിതും പ്രാരേഭിരേ. പൃതന സൈന്യം, സൈന്യമാകുന്ന ഹിമാനിയെ, മഞ്ഞുമലയെ നശിപ്പിക്കാനായി പുറപ്പെട്ടതുപോലെ തോന്നി എന്നാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ
ഭഗവാനെ മേഘത്തിനോടാണ് ഉപമിച്ചതെങ്കിൽ ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാനെ സൂര്യനോടാണ് ഉപമിക്കുന്നത്. സൂര്യനിൽ നിന്ന് നിറയെ രശ്മികൾ ഭൂമിയിലേക്ക് വീഴുന്നു. ആ രശ്മിയുടെ ചൂടുകൊണ്ട് മഞ്ഞുമലകളൊക്കെ ഉരുകിപ്പോകുന്നു. ഭൂമി അനാവൃതമാകുന്നു ആ മഞ്ഞൊക്കെ മാറിയിട്ട്. അതുപോലെ ശ്രീകൃഷ്ണനാകുന്ന സൂര്യൻ തൻ്റെ അസ്ത്രപ്രയോഗങ്ങളെ കൊണ്ട് മഗധ രാജ്യത്തിലെ സൈനികന്മാരാകുന്ന മഞ്ഞുമലകളെ നശിപ്പിച്ചിട്ട് ഭൂമിയെ സ്വതന്ത്രയാക്കാനായിട്ടാണ് പുറപ്പെടുന്നത്. അതാണിവിടെ വർണ്ണിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. ഭഗവാന്റെ അസ്ത്രപ്രയോഗത്തിലുള്ള വൈദഗ്ധ്യമാണ് പറയുന്നത്. 108 ശ്ലോകം നോക്കൂ. കൃഷ്ണസ്യ തൂണീമുഖയേവ ലഗ്നം പശ്യഞ്ജനോ ദക്ഷിണമഗ്രഹസ്തം നാരാചസന്ധാന വികർഷമോക്ഷാന്മേനേ പരം വൈരിശിരോ നിപാതൈ. ആദ്യം പദച്ഛേദം പറയാം. കൃഷ്ണസ്യ തൂണീമുഖേ ഏവ ലഗ്നം പശ്യൻ ജന ദക്ഷിണം അഗ്രഹസ്ഥം നാരാചസന്ധാന വികർഷമോക്ഷാത് മേനേ പരം വൈരിശിരോ നിപാതൈ. അപ്പോൾ ഇവിടെ എന്താണ് പറയണതെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ അസ്ത്ര വൈദഗ്ധ്യം, സാന്ദീപനിയുടെ അടുത്ത് പോയിട്ട് പലതും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ, ആ വൈദഗ്ധ്യം തന്നെയാണ് ഇവിടെ മഗധദേശത്തിൻ്റെ നേർക്ക് ഭഗവാൻ എടുത്തത്. അപ്പോൾ അന്വയത്തിലേക്ക് കിടക്കാം. ജന എന്ന് പറഞ്ഞാൽ കാണികളായിട്ടുള്ള ആൾക്കാർ. മഗധ രാജ്യത്തിലുള്ളവരും ശ്രീകൃഷ്ണൻ്റെ പക്ഷത്തുള്ളവരും എല്ലാവരും യുദ്ധമൊന്നും ചെയ്യണില്ലല്ലോ. അവരിൽ കുറേ പേര് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ സ്ത്രീകളുണ്ട് ഇതൊക്കെ കാണാൻ. അവർ തൂണീമുഖേ ഏവ ലഗ്നം കൃഷ്ണസ്യ ദക്ഷിണം അഗ്രഹസ്ഥം. തൂണീമുഖേ, തൂണി എന്ന് പറഞ്ഞാൽ ബാണപാത്രം, ബാണം സൂക്ഷിച്ചു വയ്ക്കുന്നതായ ആവനാഴി. ആ ആവനാഴിയിൽ, ആവനാഴിയുടെ മുഖേ, മുഖേ എന്ന് വെച്ചാൽ അതിൻ്റെ ആരംഭഭാഗത്ത്, അതിങ്ങനെ തുറന്ന് പുറത്താണല്ലോ കെട്ടിവെച്ചിട്ടുണ്ടാവുക, അവിടേക്ക് പോകുന്നതായ തൂണീമുഖേ ഏവ ലഗ്നം, ആ തൂണീമുഖത്തിലേക്ക് പോകുന്നതായ അല്ലെങ്കിൽ അവിടെ വച്ചിരിക്കുന്നതായ കൃഷ്ണസ്യ ദക്ഷിണം ഹസ്തം, ശ്രീകൃഷ്ണൻ്റെ വലത്തെ കയ്യ് കണ്ടിട്ട്. കൃഷ്ണസ്യ ദക്ഷിണം അഗ്രഹസ്തം, മുഴുവനും കൈയല്ല, കയ്യിൻ്റെ മുൻഭാഗം, ആ വിരലിൻ്റെ അറ്റമൊക്കെ ആവനാഴിയുടെ അടുത്തേക്ക് എത്തുന്നത് മാത്രമേ കാണുന്നുള്ളൂ. അതാണ് അഗ്രഹസ്ഥം പശ്യൻ, അത് മാത്രം കാണുന്നു. അതിനുശേഷം വൈരി ശിരോനിപാതൈഹി, വൈരി ശിരോനിപാതം, വൈരികളുടെ ശത്രുക്കളുടെ ശിരസ് അറ്റ് താഴെ വീണ് കിടക്കുന്നതും കാണുന്നു. വളരെ വേഗത്തിലുള്ളതായ പ്രവൃത്തിയാണ്. അക്രമാതിശയോക്തിന്നോ അല്ലെങ്കിൽ അതിശയോക്തിന്നൊക്കെ ഇതിനെ പറയാം. വില്ലിൽ ശരം തൊടുക്കുന്നു, അല്ലെങ്കിൽ ശരം എടുക്കാൻ വേണ്ടിയിട്ട് ആവനാഴിയിലേക്ക് കൈ പോകുന്നു. അതോടൊപ്പം തന്നെ ശത്രു രാജാക്കന്മാർ തലയറ്റ് നിലത്ത് വീഴുന്നു. അതാണ് ശിരോനിപാതൈഹി. വൈരി എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ ശിരസ് നിലത്ത് വീഴുന്നതും കാണുന്നു. അങ്ങനെയാണ് അവർ അനുമിക്കുകയാണ്. ഒരു അനുമാനാലങ്കാരം എന്ന് പറയാൻ പറ്റും. നാരാജസന്ധാന വികർഷമോക്ഷാൻ പരം മേനെ, അതിന് കാരണമാകുന്നത് ഒന്നേ ഉള്ളൂ, ശ്രീകൃഷ്ണൻ്റെ അസ്ത്രപ്രയോഗം. അതാണ് നാരാജ സന്ധാന വികർഷ മോക്ഷം. നാരാജത്തെ, നാരാജമസ്ത്രം, അസ്ത്രത്തെ സന്ധാനം ചെയ്തിട്ട് ഈ ഞാണിലും അതുപോലെ തന്നെ വില്ലിൻ്റെ ആ പാത്തി ഉണ്ടല്ലോ അതിൽ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് സന്ധാനം ചെയ്തിട്ട് മോക്ഷം നടത്തുക, അസ്ത്രം അങ്ങോട്ട് വലിച്ചു വിടുക. ആ അസ്ത്രം ചെന്നിട്ടാണ് ശത്രു രാജാക്കന്മാരുടെ തല അറ്റ് നിലത്ത് വീണത് എന്ന് ജനങ്ങൾ അനുമിക്കുകയാണ് ചെയ്തത്. അല്ലാതെ അസ്ത്രം എടുക്കുന്നതും തൊടുക്കുന്നതും സഞ്ചരിക്കുന്നതും ഒന്നും മുഴുവനും കണ്ടിട്ടല്ല. അത്രയ്ക്ക് വേഗത്തിലായിരുന്നു കാര്യങ്ങൾ നടന്നിരുന്നത് എന്നാണ് കവി വർണ്ണിക്കുന്നത്. ഭഗവാന്റെ ആ ഒരു വൈദഗ്ധ്യമാണ്. അസ്ത്രം എടുക്കണത് പോലെ കൈ അങ്ങോട്ട് പോണതേ കാണുന്നുള്ളൂ, പിന്നെ ശത്രുക്കളുടെ തല നിലത്ത് വീണ് കിടക്കണതാണ് കാണുന്നത്. അത്രയ്ക്ക് ശക്തമായിട്ടായിരുന്നു ഭഗവാന്റെ ആക്രമണം എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തസ്യ സ്ഫുരത്കാർമുകമണ്ഡലസ്യ ശരത്വിഷശാർംഗി സഹസ്രഭാനോ പ്രാരേഭിരേതാം പൃതനാഹിമാനീം പ്രാവൃണ്വതീം പ്രാപയിതും വിനാശം. കൃഷ്ണസ്യ തൂണീമുഖയേവ ലഗ്നം പശ്യൻ ജനോ ദക്ഷിണമഗ്രഹസ്ഥം നാരാജസന്ധാന വികർഷമോക്ഷാൻ മേനേ പരം വൈരിശിരോ നിപാതൈ.
ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു സ്ഫുരത് കാർമുക മണ്ഡലം എന്ന്. ശ്രീകൃഷ്ണൻ വില്ല് പിടിച്ച് നിൽക്കുന്നതാണ് ഒരു കാർമുക മണ്ഡലമായിട്ട് വർത്തുളാകാരത്തിൽ നിൽക്കുന്നത്. സൂര്യനെ കണ്ടാൽ സൂര്യൻ ഇങ്ങനെ വർത്തുളാകാരത്തിൽ തന്നെയാണല്ലോ, വളരെ വട്ടത്തിലുള്ള രൂപം തന്നെയാണ്. സൂര്യൻ ചന്ദ്രമണ്ഡലം എന്ന് പറയുന്ന പോലെ തന്നെ സൂര്യമണ്ഡലവും വട്ടത്തിൽ തന്നെയാണ്. ആ സൂര്യനിൽ നിന്നാണ് രശ്മികൾ, കഠിനമായിട്ടുള്ള രശ്മികൾ ഭൂമിയിലേക്ക് പതിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വാക്കെടുത്ത് പ്രയോഗിച്ചത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.